ചെറിയൊരു സംശയമാണ് ഉസ്താദ്. ഇമാം ജമാഅത്തിന്റെ വാവിൽ പറയേണ്ടതാണ്. ഇപ്പോൾ ഹനഫി മദ്ഹബില് നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി മദ്ഹബാറ് വാവ് പറയേണ്ടടുത്ത് വാവ് തന്നെ പറയണം. അപ്പൊ ഹനഫി മദ്ഹബാറ് സാണ് പറയാ. പ്രസ്താവന ഒരു മൗസൂബി ഇനി പറയേണ്ടടുത്ത് അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ വരിക. അല്ല, വാവ് പറയേണ്ടടുത്ത്. അങ്ങനെയാകുമ്പോ ചില തെക്കൻ മേഖലകളൊക്കെ ഹനഫി പള്ളിയും ഷാഫി പള്ളിയൊക്കെ കൂടി നിൽക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഷാഫിക്കാർ മാത്രം പോയി ചിലപ്പോൾ തുടർന്ന് കണ്ടൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധാരണ അവർ ഷാഫിയാണോ? ഹനഫി മദ്ഹബുകാർക്ക് മൗസൂബ് എന്ന് പറയാൻ ആരെയാ പറഞ്ഞത്? സൂര്യ, അതൊക്കെ നിങ്ങൾ വെറുതെ പറയല്ലേ. തജ്വീദിന്റെ നിയമം പാലിച്ച് ഓതുക എന്ന വിഷയത്തിൽ ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഒന്നും ഖിലാഫില്ല. ഹറഫുകളുടെ മഖ്റജ് ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ട മുതവാത്തിറായി വന്ന സബഅത്തുൽ ഖുർആനിന്റെ ഖിറാഅത്ത് അനുസരിച്ച് ഓതുമ്പോഴേ ഖുർആനായി അംഗീകരിക്കപ്പെടുള്ളൂ. അത് മദ്ഹബ് വ്യത്യാസമൊന്നും അതിലില്ല. മദ്ഹബ് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഫാത്തിഹ ഓതൽ ഫർളാണ് ഷാഫി മദ്ഹബില്, ഹനഫി മദ്ഹബിൽ ഖുർആൻ ഓതലേ ഫർളുള്ളൂ, ഫാത്തിഹ വാജിബാണ്. ആ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ മറ്റേത് മലയാളം പഠിച്ച നമ്മള് സാധാരണഗതിയിൽ തജ്വീദ് പഠിക്കാതെ പറയുമ്പം മുഹമ്മദ് എന്ന് പറയും പോലെ അൽഹംദു എന്ന് പറയും പോലെ ഈ ഉറുദുക്കാരായ ആളുകൾ സംസാരിക്കുമ്പം ഉസ്താദന്മാരിൽ നിന്നിട്ട് ഖിറാഅത്ത് ശരിക്ക് പഠിക്കാത്ത ജാഹിലീങ്ങളാണെങ്കിൽ അവർ ഉറുദു ഭാഷയിൽ പറയുന്ന സായിന്റെ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നു. അത് മദ്ഹബുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഭാഷക്കാര് മലയാളക്കാർക്ക് ഹാ ഇല്ലാത്തത് കൊണ്ട് ഹാ പറയുന്നത് പോലെ, ഹാ ഇല്ലാത്തത് കൊണ്ട് ഹാ പറയുന്നത് പോലെ അവർക്ക് ലാ ലോ എന്നിങ്ങനെയുള്ള പ്രയോഗമൊന്നും ഇല്ലാതെ അതിനൊക്കെ സായി എന്ന ശബ്ദത്തിലാണ് വരുന്നത് എന്നതുകൊണ്ട് അത് ഭാഷാപരമായ വ്യത്യാസമാണ്. പക്ഷേ ഉസ്താദന്മാരുടെ അടുക്കൽ നിന്ന് ഖുർആനോത്ത് നിയമപ്രകാരം പഠിച്ച ഹനഫി ആയാലും അല്ലാത്തവരായാലും ഒക്കെ ഒരേ രീതിയിലാണ്. പിന്നെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഹനഫി മദ്ഹബുകാർക്ക് ആദ്യം ഫാത്തിഹ തന്നെ വാജിബേ ഉള്ളൂ, ഫർളില്ല. ഫർള് ഖുർആൻ ഓതലാണ്. അത് ഖുൽ ഹുവല്ലാഹു ഓതിയാലും ഓല നിസ്കാരം സയ്യാവും. പക്ഷെ മനഃപൂർവ്വം ഫാത്തിഹ ഉപേക്ഷിക്കാൻ പാടില്ല, തെറ്റാണ് എന്ന് മാത്രം. നിസ്കാരം സയ്യാതെ നടക്കൂല. അല്ലാതെ മദ്ഹബിനനുസരിച്ചല്ല മാറുന്നത്, പഠിക്കാഞ്ഞിട്ടാ. അതിപ്പം ഉറുദുക്കാരെ പറയണ്ട. മിസ്രികൾ പറഞ്ഞെങ്ങനെ? മിസ്രികൾ പറഞ്ഞെങ്ങനെ? ജീമ് പറഞ്ഞ മുഴുവനും ഗാ എന്നാ പറയാ. ഗമാൽ അബ്ദുൽ നാസർ, ജമാൽ അബ്ദുൽ നാസർ പറയേണ്ടടുത്ത് അവര് പറയാ ഗമാൽ അബ്ദുൽ നാസർ. ജുനൈഹ് എന്നാണ് അവരെ നാണയത്തിന് പറയുന്നത്. ജുനൈഹ് എന്ന് പറഞ്ഞാൽ പവന്ന്, അതിന് അവര് പറയുന്നത് ഗിനി ഗിനി എന്നാ പറയാ. അത് കരുതിയിട്ട് നാം മിസ്രികൾ ഓതിയ നല്ല 1ാം നമ്പർ ലോക പ്രശസ്ത ഖിറാഅത്താന്നില്ലേ, അത് പഠിച്ചോര് അത്രയുള്ളൂ. ആ പറഞ്ഞ് ആ പഠിക്കാൻ കഴിഞ്ഞിട്ട് പഠിക്കാതെ നിന്നാൽ അത് സഹിയല്ല. അങ്ങനത്തെ ഇമാമിനെ തുടരാൻ പാടില്ല. അതിന് പറയും ഉമ്മിയിനോട് ജമാഅത്തിന്റെ ബാബു പറയും, ഫാത്തിഹ തെറ്റില്ലാതെ നിയമപ്രകാരം ഓതാൻ കഴിയുന്ന ആള് ഉമ്മി അഥവാ നിയമപ്രകാരം ഓതാൻ കഴിയാത്ത ആളെ തുടരാൻ പാടില്ല. അത് മദ്ഹബിന്റെ വിഷയമൊന്നും അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് മൈക്ക് വിട്ടതല്ലേ? മൈക്ക് പോയതാന്നറിയില്ല. മൈക്ക് വിട്ടല്ലേ? ഇബാറത്തില് ഫൈൻ തഅമ്മദ ദാലിക വഅലിമ തഹരീമഹു ബത്തലത് സ്വലാത്തുഹു വഇല്ല ഫഖറാഅത്തുഹു. അവിടെയാണ് ഞാൻ നേരത്തെ ഉസ്താദിനെ അടിച്ചത്. അത് നേരത്തെ അടിച്ചതാണ് ഉസ്താദ്. അർത്ഥം 9. അവിടെ ഫഖറാഅത്തുഹു എന്ന് മാത്രമേ ഉള്ളൂ, ബാത്തുലൻ എന്ന് കൂടി വേണം ഉസ്താദെ.
ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫഖറാത്തു അവന്റെ ഖറാഅത്ത് അതൊരു പൂർണ്ണമാകാൻ വേണ്ടി ബാത്തുലുൻ എന്ന് വേണോ അല്ല അത്ര മാത്രമേ ഉസ്താദ് കിതാബിലുള്ളൂ? അത് അറിയാൻ വേണ്ടി ടെസ്റ്റ് അടിച്ചത് അത് മാത്രമാണ് ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെന്തായാലും ഒരു അങ്ങനെ ഒരു ഇഷ്കാലി വന്നത് ഫി ഖിറാഅത്തുഹു എന്ന് പറഞ്ഞ മുബ്തല കുബത്കത് ഖബർ മഅദൂഫ് ഉണ്ടാവില്ലേ ഉറപ്പായിട്ട്. അത് മുമ്പ് മുബ്തക്ക് ഖബർ പറഞ്ഞത് അറിയിച്ചിട്ട് ഇവിടെ ഖബർ മഅദൂഫാണ്. അറബി കലാമിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് കിതാബിന്റെ ഭാഗത്തുകളിൽ പരമാവധി മുഖ്തസറാക്കിയല്ലേ അവർ ഇമാമിങ്ങൾ സംസാരിക്കുക. അപ്പുറത്ത് എന്ന് പറഞ്ഞു, അവിടെ പൂർത്തിയായി. വയില്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തഅമ്മുദും ഇൽമും ഇല്ലാതെയാണെങ്കിൽ ഫഖിറാഅത്തുഹു ബാത്തില എന്ന് വരും. അപ്പൊ ഖിറാഅത്തു പറഞ്ഞ മുത്താണ്, ഖബർ മഅദൂഫ് ഉണ്ട്, ഖിറാഅത്തുഹു ബാത്തില എന്ന് വരും. അത് പിന്നെ ളാഹിറല്ലേ, ളാഹിറായി അങ്ങനെ അറിയിക്കും. മുമ്പത്തത് അറിയിച്ചിട്ട് കളയപ്പെടുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ ഖിറാഅത്ത് ബാത്തിലത്തുൻ എന്ന് ഖബർ മഅദൂഫ് തഖ്ദീർ ചെയ്ത് കൊടുത്താൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, അപ്പോ ഉസ്താദ് ഈ പറയുന്ന ഓത്ത് ആദ്യം അറിയേണ്ടതെന്നില്ല, അപ്പൊ പിന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി, അപ്പൊ അതൊക്കെ ഖളാ വീട്ടേണ്ടി വരോ? അത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ ഓരോരോ അറഫും ഇതിങ്ങനെ ഇവിടുന്ന് ഉച്ചരിക്കണോ എന്നില്ല, ആദ്യമൊക്കെ അറിയില്ല, പിന്നെ അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഖളാ വീട്ടേണ്ടി വരുമോ? അല്ലെങ്കിൽ ഇപ്പോ സാധാരണക്കാരൻ നിസ്കാരമൊക്കെ ശരിയാവണോന്ന് ഇല്ലല്ലോ, അതാണ് എനിക്ക് ചോദിച്ചാനുള്ളത്. ഓക്കെ, അസ്സലാം. അറിയാത്തതിന്റെ പേരിൽ തെറ്റ് വന്നു, പിന്നീട് പഠിച്ചു ശരിയാക്കി. എന്നാൽ മുമ്പത്തേത്, അതായത് ഈ പഠിക്കുന്നതിന് മുമ്പ് തെറ്റായി ഉച്ചരിച്ചതൊക്കെ ഇനി മടക്കി നിസ്കരിക്കണോ എന്നാണ് നമ്മളെ റോയിസിന്റെ ചോദ്യം. നല്ല ചോദ്യമാണ്. അവിടെ ഇമാമിങ്ങൾ പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാല്, ഇവൻ എന്തുകൊണ്ട് ഇതുവരെ പഠിച്ചില്ല? പഠിക്കാനുള്ള സൗകര്യം സാഹചര്യങ്ങൾ വരാത്തത് കൊണ്ട് പഠിക്കാതെ പോയതായിരുന്നു. എങ്കിൽ മുമ്പത്തതൊക്കെ സഹിയാണ്. ഇപ്പോൾ അയാൾ സൗകര്യം കിട്ടിയ ഉടനെ ഒരു വീഴ്ചയുമില്ലാതെ അത് പഠിച്ച് ശരിയാക്കി. എന്നാ മുമ്പത്തതൊക്കെ സഹിയാണ്, ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇപ്പൊ ശരിക്കായിട്ട് അതും സഹിയാണ്. അല്ല, മുമ്പ് അവന്റെ അനാസ്ഥ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പഠിക്കാതെ പോയതാണ്. നേരത്തെ തന്നെ അവൻ ശ്രദ്ധിച്ചാൽ പഠിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ട് അവന്റെ അശ്രദ്ധ കൊണ്ട് പഠിക്കാതെ നീണ്ടുപോവുകയും, എന്നാൽ സൗഭാഗ്യത്തിന് അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് ഇപ്പോൾ അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, എവിടം മുതലാണോ ഇവന്റെ അനാസ്ഥ കൊണ്ട് തെറ്റായ നിലക്ക് ഓതിയിരുന്നത് അത്രയും കാലത്തെ നിസ്കാരം ഖളാ വീട്ടേണ്ടി വരും എന്നാണ് നിയമം. മനസ്സിലായില്ലേ? എവിടെ മുതൽക്കാണ് ഇവന് സാധിച്ചിട്ട് ഇവൻ പഠിക്കാതെ അനാസ്ഥ കൊണ്ടിട്ട് പിഴവായി ഓതിപ്പോന്നിരുന്നത്, അത്രയും കാലത്തെ നിസ്കാരം ഖളാ വീട്ടേണ്ടി വരും. അതേ സമയത്ത് ഇവന്റെ അടുത്ത് വീഴ്ചയൊന്നുമില്ല, അവന് സൗകര്യം ഒത്തിണങ്ങി വന്നിട്ട് ഇപ്പോഴാണ്, അപ്പോൾ അവൻ പഠിച്ചു. എന്നാ മുമ്പത്തെ സഹിയാണ്, മടക്കേണ്ടതില്ല. ഏതായാലും വലിയ ബേജാറുള്ള വിഷയമാണ്, ഞാൻ ഇമ്മല് ചുറ്റി തിരിയണ്ട. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തിന്റെ മൈക്ക് ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ല, ആരും കേട്ടിരുന്നോ? ഓക്കെ. വേറൊരു വിഷയം, അപ്പൊ ഇത് നമുക്ക് സാധാരണക്കാർക്ക് മദ്രസയിൽ നിന്നൊക്കെ ഇത് ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അത് നമ്മളെ ഉദ്ദേശം അത് ശരിയാ, ഉസ്താദ് പറഞ്ഞത് തന്നെ ശരിയാണ്, പണ്ട് ഉസ്താദ്മാർ ഓതിത്തന്നത് അങ്ങനെയൊക്കെയല്ല ഓതിത്തരുന്നല്ലോ. അപ്പൊ അത് ശരിയാണ് എന്നുള്ള വിചാരത്തിലാണല്ലോ ഇത്ര കാലം മറ്റുള്ളവർ ജീവിക്കുന്നത്. അപ്പൊ നാട്ടിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ ഇത് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ, ഇതിന്റെ ഇങ്ങനെ അറഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഓതണം. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്ന വളരെ അപൂർവ മദ്രസകളേ ഉള്ളൂ. അപ്പൊ അത് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് അത് കൂടി പഠിപ്പിക്കുന്ന ഒരു മദ്രസകളിലേക്ക് നമുക്ക് കൊണ്ടുപോകണോ? നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകേണ്ടത് ശരിക്ക് നമ്മുടെ ബാധ്യത അല്ലേ? അതൊന്ന് ഉസ്താദ് ഉണർത്തണം ഇൻഷാ അല്ലാഹ്.
മുമ്പ് മൊല്ലാമാരോതി പഠിപ്പിച്ചിരുന്ന കാലത്ത് നല്ല വിവരമുള്ള തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതുകയും കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുകയും അക്ഷരമാല പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഓരോ ഹർഫും യഥാർത്ഥ മഖ്റജിൽ നിന്ന് തന്നെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ധാരാളം മൊല്ലമാര് മദ്രസകളിൽ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അതിൽ ചെറിയൊരു വീഴ്ച പറ്റി. അങ്ങനെ ആർക്കും മൊല്ലയാവാ മദ്രസയിൽ പഠിപ്പിക്കുക എന്നൊരവസ്ഥ കുറച്ചു കാലം ഇടവേള വന്നിരുന്നു. പിന്നെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് സജീവമായതോടുകൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. വിദ്യാഭ്യാസ ബോർഡ് അതിന് പ്രത്യേകം ഉസ്താദന്മാർക്ക് വേണ്ടി ഹിസ്ബ് ക്ലാസ് സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം വിദഗ്ധരായ ഉസ്താദന്മാരെ ട്യൂട്ടർമാരായി നിയമിക്കുകയും ചെയ്ത് ഇപ്പൊ അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖോടുകൂടി ഒരു 99.99 മദ്രസകൾ, അത് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെതാവട്ടെ, അതല്ലെങ്കിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെതാവട്ടെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെതാവട്ടെ, അതുപോലെ സംസ്ഥാനയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെതാവട്ടെ, അവരുടെ ഒക്കെ ഉസ്താദന്മാർക്ക് തജ്വീദ് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഉലമാക്കളെ നിയമിച്ച് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് തജ്വീദ് വൈദഗ്ധ്യം നേടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുകയും കുട്ടികളിൽ പ്രത്യേകം അക്കാര്യം പരീക്ഷയിൽ പരിഗണിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതില്ലാത്ത ഇടവേളയിൽ കുറച്ച് പിഴവ് പറ്റിയ ആള് പിന്നെ മദ്രസയിൽ പോകാതെ ഇങ്ങനെ ഏക്കറ്റ് അങ്ങാടി കൂടെ കേക്കും പടിഞ്ഞാറും നടന്നെങ്കിലാണെങ്കിൽ ഓനും എതിരുള്ളവനൊന്നുമല്ല. ഓനും പറ്റോ വേഗം അടുത്ത എവിടെയെങ്കിലും ഒരു ഉസ്താദിനെ കണ്ട് ഫീസ് കൊടുത്തിട്ട് പഠിക്കുക. ഖുർആൻ 30 ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ ഫാത്തിഹ എങ്കിലും പഠിക്കൽ ഫർളാണ്. ഫാത്തിഹ എങ്കിലും തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതാൻ പഠിക്കൽ. അതിപ്പം നമ്മൾ അലി അൻസാരി ഉസ്താദ് ഓതുന്നത് പോലെയോ മദനി ഉസ്താദ് ഓതുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ ചൊയലി ബാക്കവി ഓതുന്നത് പോലെയൊന്നും അത്ര ചൊറുക്കിൽ ഇങ്ങനെ അടിച്ചു വീശി 100ക്ക് 100 മാർക്കിൽ ഓതിക്കൊള്ളണമെന്നൊന്നുമില്ല. മറിച്ച് പിഴവ് പറ്റ മഖ്റജിൽ നിന്നിട്ട് പിഴച്ചിട്ട് ഇതെന്ത് അറബിയ, ഇത് ഏത് ഭാഷ എന്ന് തോന്നുന്ന എനിക്ക് പറ്റ പിഴച്ചാൽ ഓതാഞ്ഞാൽ മതി. ഒരു മീഡിയം സൈസിൽ, വലിയ ഹൈ ലെവലിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ തെറ്റില്ലാതെ ഓതാൻ പഠിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഹലോ, ആര് എസ് കാണുക? അൽഹംദുലില്ലാഹ്. പിന്നെ ഉസ്താദെ, ഒരു ചോദ്യം ഇതിനോട് ബന്ധപ്പെട്ടല്ല. പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഫുള്ള് എന്റെ ചോദ്യമായിരിക്കണമെന്നുമില്ല. കാരണം ഇന്നാള് ഞാൻ മാരിഫത്ത് ദുഖൂൽ വഖ്തിനെ പറ്റി ചോദിച്ചപ്പോ ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. പിന്നെ അങ്ങനെ ചിലവര് PM ഒക്കെ ചെയ്ത് ചോദിക്കാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതുണ്ടാവും. മിന്നിന്തിയായിട്ടുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇത് ഏതായാലും എന്റെ ചോദ്യം തന്നെയാണ്. ചില സ്ഥലത്ത് പിന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അൽ ഫാത്തിഹ എന്ന് വിളിക്കാറുണ്ട് ചില പള്ളിയിൽ. എന്നാൽ ചില പള്ളിയിൽ അസ്തഗ്ഫിറുല്ലാ എല്ലാ ദിക്റുമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫാത്തിഹ വിളിക്കാറ്. ഇവര് രണ്ട് വിഭാഗവും അതിന് രണ്ട് നിലക്കുള്ള ദലീലുകളാണ് പറയുന്നത്. ഉസ്താദ് എന്നത് വിശദീകരിക്കാതെ ജുമാക്ക് ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂരിഫത്ത് ഉസ്താദിന്റെ ശബ്ദം നല്ലോണം കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ഇല്ല. എന്തോ അതിന്റെ ഇടയ്ക്ക് ഒരു ബെല്ലടിച്ചണ ഒച്ച, അതുപോലെ തന്നെ ഒരു മഴ പെയ്യണ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഒരൊച്ച, മനസ്സിലായില്ലേ? നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഫാത്തിഹ വിളിക്കത്രേ. ചിലവര് സാധാരണ റാത്തിബത്തായ ദിക്റുകൾക്ക് ശേഷം വിളിക്കുന്നു, ചിലവര് തുടങ്ങിയാട് ഫാത്തിഹ വിളിക്കുന്നു. എവിടെയാണ് അതുള്ളത് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ അവിടെയും ഇവിടെയും ഞാനത് കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ജുമ കഴിഞ്ഞാണ്ട് അത് ചില ഹദീസുകളിൽ വരികയും മഹാന്മാരായ മുൻഗാമികളായ ഇമാമുകൾ അത് ചിട്ടയാക്കി നടത്തുകയും
അതിന് വലിയ പുണ്യം മഹത്വം പറയുകയും ചെയ്തിട്ടുണ്ട്. 7 ഫാത്തിഹ ജുമാക്ക് ശേഷം. അത് പക്ഷേ റിവായത്തിലൊക്കെ വന്നത് സലാം വീട്ടിയ ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് കാല് നീക്കി വെക്കുന്നതിന് മുമ്പ് ഓതുമ്പോഴാണ് ആ 7 ഫാത്തിഹ, ഇഖ്ലാസ്, മഅ്വിദത്തൈനി 7 വീതം ഓതൽ സുന്നത്തുള്ളത്. അത് അങ്ങനെ ഓതിയാലാണ് അതിന്റെ കാമിലായ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക. എന്നാൽ റാത്തിബത്തായ ദിക്റിന്റെ ശേഷം ഓതിയാൽ ആ ഓതിയ കൂലി കിട്ടുമെങ്കിലും അഫ്ളലായ രീതി, കാമിലായ രീതി വരില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? രണ്ടും ഓക്കെ ആണെങ്കിൽ പോലും സലാം വീട്ടിയ ഉടനെ ഈ ഫാത്തിഹ ഓതുക. ഫാത്തിഹ മാത്രമല്ലത്, ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓരോന്നും 7 വീതം. ആ വിളിക്കുന്ന ഫാത്തിഹ സലാം വീട്ടിയ ഉടനെയാണ് അഫ്ളലായ രീതി. അതിന് പറയപ്പെട്ട പൂർണ്ണമായ അർത്ഥത്തിലുള്ള പ്രതിഫലം കിട്ടുക അതിനാണ്. അപ്പൊ പിന്നെ റാത്തിബത്തായ ദിക്റുകളൊക്കെ അതിന്റെ ശേഷമാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അതെ, കാല് ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് കാല് മാറ്റി വെക്കുന്നതിന് മുമ്പ് വേണം. അതാണ് അതിന്റെ കാമിലായ രൂപം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ രീതി അതാണ്. ഇനി പതിവായി ഓതുന്ന ദിക്റുകൾക്ക് ശേഷം, റാത്തിബത്തായ ദിക്റുകൾക്ക് ശേഷം ചൊല്ലിയാലോ അസ്ലു സുന്നത്ത് കിട്ടും. ഇത് ഈ സൂറത്ത് ഓതുക എന്ന് പറയുന്ന അസ്ലു സുന്നത്ത് കിട്ടും. പക്ഷേ അഫ്ളലായ രീതി നഷ്ടപ്പെടും. ഓക്കെ, എവിടെ നിന്ന് ചോദ്യക്കാരൊക്കെ പേടിച്ചോ? വിഷയത്തിൽ നിന്ന് ചോദിക്കണം എന്നുള്ളത് കൊണ്ട് ആളുകൾക്കൊക്കെ പേടിയാ. അങ്ങനെയൊന്നുമില്ല. വിഷയത്തിന് മുൻഗണന കൊടുക്കുന്നുള്ളൂ. അതാത് ദിവസങ്ങളിൽ ഓതുന്ന ദർസിന്റെ ഭാഗം അതിനൊരു മുൻഗണന ഉണ്ട്. കാരണം ദർസിൽ ശ്രദ്ധിച്ചവരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അവര് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻഗണന കൊടുക്കുക. എന്നാൽ അത്യാവശ്യമായി ജീവിതത്തിൽ കൂടാതെ കഴിയാതെ മനസ്സിലാക്കേണ്ട അത്യാവശ്യപ്പെട്ട മസലകൾ ഇന്ന് ഓതിയ ഭാഗത്തിൽ നിന്ന് അല്ലാത്ത ഭാഗത്തിൽ നിന്നും ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നാട്ടുകാരിങ്ങനെ ചെയ്യുന്നുണ്ട്, അറബികൾ അങ്ങനെ ചെയ്യുന്നത്, ഇവിടെ എങ്ങനെ ചെയ്യുന്നത്, അതല്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട കാര്യങ്ങൾ അതേത് വിഷയവും ചോദിക്കാവുന്നതാണ്. പക്ഷേ അതാത് ദിവസം ദർസിൽ ഓതിയ ഭാഗത്തിന് ഒരു മുൻഗണന കൊടുക്കണം. കാരണം അത് അങ്ങനെയാണല്ലോ ആ വിഷയത്തിനോടുള്ള ബന്ധം എന്നുള്ളത്. അതുകൊണ്ട് ചോദ്യമുള്ളവർ ഉണ്ടാക്കി ചോദിക്കേണ്ട. ഞാൻ അപ്പം ദ്വാരക്കും ഇവിടെ. അല്ലെങ്കിൽ തന്നെ കീശീരി എന്തോ ദ്വാരക്കാൻ പറഞ്ഞിട്ട് ഒരു ടെസ്റ്റൊക്കെ അടിച്ചിന്. KCS തങ്ങളുടെ വലിയമ്മ ആമിന ഹജ്ജുമ്മക്കും ചേറൂർ അബ്ദുള്ള ഹാജിയുടെ ഉമ്മ ആയിഷ എന്നവർ വഫാത്തായിട്ട് എടുത്ത 3 ഖത്തമും കഴിഞ്ഞ മാസം ക്ലാസ് റൂമിൽ രാവിലെ ചൊല്ലിയ നാരിയ സ്വലാത്ത് 1 10 100 1000 73,519 ദ്വാ ചെയ്യാൻ ഉണ്ട്, ദ്വായിൽ ഉൾപ്പെടുത്തിയാലും എന്ന് പറഞ്ഞിട്ട് കീശീരിന്റെ ഒരു PM ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക. ഉണ്ടാക്കി ആരും ചോദിക്കണ്ട. കൂടാതെ ചോദ്യം ഇല്ലാതെ ഇയാൾ ഇങ്ങനെ വെറുതെ വയലണ്ട, എന്നാ നമ്മള് 2 ചോദിച്ചാള് എന്ന നിലക്ക് ആരും ഉണ്ടാക്കി ചോദിക്കണ്ട. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് നമുക്ക് വേഗം ദുആ ചെയ്ത് പിരിയാം. ഓക്കെ, നമുക്കിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ തന്നെയെന്ന് വിചാരിച്ചോളൂ ഉസ്താദെ. ഇത് എന്നാലും വഖഫത്തിൻ ലതീഫത്തിൻ ബൈന സീനി വത്താഇ മിൻ നസ്തഈൻ, നസ്തഈന്റെ ഇടയിൽ ഇത് ഈ ഒരു വാക്കിന് മാത്രമാണ് ഉസ്താദ് ബാധകം അല്ല? ഇതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ പദങ്ങളിലെ ഇടയിൽ ഒരു ചെറിയ ഒരു വഖഫ് പറ്റൂലേ? ഇതെന്താ ഉസ്താദ് ഇവിടെ പ്രത്യേകിച്ച് ഈ നസ്തഈനിൽ തന്നെ പറയാൻ കാരണം എന്ത് എന്നാണ് ഉസ്താദെ ചോദ്യമുണ്ടായിരുന്നു. ഉസ്താദ് കൂടുതൽ ബുദ്ധിപ്പെടുത്തേണ്ട മനസ്സിലാക്കിയിട്ടാണ്, അല്ലാതെ ഉസ്താദിനെ ചോദ്യം ചോദിക്കാതെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടല്ല. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അവിടെ മാത്രം എന്നതിനർത്ഥമില്ല.
ഒരു കെലിമത്തിനെ ഇടക്ക് വെച്ച് മുറിക്കുക എന്നതാണ് അതിന്റെ കാരണം. അങ്ങനെ ഒരു കെലിമത്തിനെ ഇടക്ക് വെച്ച് മുറിക്കുന്ന അവസ്ഥ മനഃപൂർവമാകുമ്പോൾ അതാണ് ആ ഹറാമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എവിടെയോ കണ്ടത് ഓർമ്മയുണ്ട്. ഇപ്പോ നമ്മളെ യാനത്തിലും തർശീലും ഒന്നുമില്ല, എവിടെയോ കണ്ട ഓർമ്മയുണ്ട്. ഫാത്തിഹയിൽ 7 ശൈത്താന്റെ പേര് വരുന്നതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കനായ്, കനസ് തുടങ്ങിയിട്ട് കുറെ എണ്ണി പറഞ്ഞ്. അതൊക്കെ ചുരുക്കി പറഞ്ഞ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, കെലിമത്ത് ഫാത്തിഹയുടെ ഖുർആനു ഷരീഫിന്റെ കെലിമത്തുകൾ സൂക്ഷിച്ചു ഓതണം. അറബിയത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു പുതിയ കെലിമത്ത് നിർമ്മിക്കുന്ന രീതി വരുമ്പോൾ മനഃപൂർവ്വമാകുമ്പോൾ ഹറാമ് വരും. അതിന്റെ ഒരു ഉദാഹരണമാണ് നസ്തഈൻ എന്നത് ഒരൊറ്റ കെലിമത്താണ്. നസ്തഈൻ എന്നത് ഒരൊറ്റ കെലിമത്താണ്. ആ കെലിമത്തിനെ ഇടക്ക് മുറിച്ചിട്ട് നസ് വേറെയും തഈൻ വേറെയും ആക്കുന്നത് പോലെ, അതിന് മാത്രം നസറല്ല, അതുപോലെ ഒരൊറ്റ കെലിമത്തിനെ ഇടക്ക് ഫസ്ല് ചെയ്ത് മുറിച്ച് രണ്ടാക്കി അറബിയത്തിൽ ഇല്ലാത്ത ഒരു കെലിമത്താക്കി മാറ്റുക. കാരണം നസ് എന്ന് പറഞ്ഞിട്ടൊരു കെലിമത്തോ തഈൻ എന്ന് പറഞ്ഞിട്ടൊരു കെലിമത്തോ അറബിയിലില്ല അല്ല. അപ്പൊ ഖുർആനിനെ ഖുർആൻ അല്ലാത്തൊരു കെലിമത്ത് വരുന്നൊരവസ്ഥയിലെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇടമുറിക്കലും തെറ്റ് ഹറാമാവുന്നു മനഃപൂർവ്വമാവുമ്പോ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചോദിക്കാനില്ലായിട്ടല്ല, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാണക്കെടാന്നായിട്ടാണ്. ഇപ്പൊ കെട്ടിയോൾ തന്നെ പറയും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഓറും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചില ആൾ PM ചെയ്യുമോ ഈ അടിമയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും പറ്റൂല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഇപ്പൊ എന്റെ പ്രശ്നമാണോ ഞാൻ ചോദിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരാൾ ചോദിച്ചത് 2 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം ചോദിച്ചത്, ഈ ഉംറക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഗുളിക കൊണ്ട് അയാൾ ബന്ധാക്കാൻ പറ്റോ എന്നുള്ളൊരു ചോദ്യം വന്നു. അത് ഉസ്താദ് സ്ഥിരമായിട്ട് പറയുന്നതാണ് എനിക്ക് തോന്നി. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഉസ്താദ് അതിലൊന്ന് പറയണം. പിന്നെ ഈ വെള്ളപോക്ക് നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ അത് നിസ്കാരം ബാത്തിലാവോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഓക്കെ, സ്ലോ. ഒന്നാമത് പറഞ്ഞ മനസ്സിലായില്ല, രണ്ടാമത് പറഞ്ഞ മനസ്സിലായി. കാരണം ഒന്നാമത്തെ വാചകത്തിന്റെ ആദ്യ ഭാഗം കേട്ടിട്ടില്ല. അതുകൊണ്ട് വെള്ളപോക്ക് എന്ന് പറയുന്നത് വുദൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതൊരു നിത്യരോഗമാകാത്തോടത്തോളം, മൂത്രവാർച്ച പോലെയുള്ള നിത്യരോഗമായി മാറിയാൽ മൂത്രവാർച്ചക്കാരുടെ വിധിയാണ് കഴുകി വൃത്തിയാക്കി പഞ്ഞു പോലത്തത് വെച്ച് കെട്ടി വേഗത്തിൽ വുദൂ ചെയ്ത് നിസ്കരിക്കേണ്ടി വരും, സ്ഥിരമായൊരു രോഗമാണെങ്കിൽ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വരുന്നതാണെങ്കിൽ അതുകൊണ്ട് വുദൂ മുറിയും, രണ്ടാമത് വുദൂ എടുത്ത് നിസ്കരിക്കേണ്ടി വരും. കാരണം മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ സ്വന്തം മനിയല്ലാത്ത എന്ത് പുറപ്പെട്ടാലും വുദൂ മുറിയും എന്ന് നമ്മൾ പഠിച്ചിണല്ലോ. വുദൂ മുറിയുന്ന കാരണങ്ങളിൽ മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ സ്വന്തം മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക. ഈ വെള്ളപോക്ക് എന്ന് പറയുന്നത് എന്തായാലും മനിയല്ലാന്ന് ഉറപ്പാണ്. അപ്പോ മുൻദ്വാരത്തിൽ നിന്നിട്ട് മനിയല്ലാത്തൊരു വസ്തു പുറപ്പെട്ടാൽ വുദൂ മുറിയും. പക്ഷേ മൂത്രവാർച്ച പോലെ അതൊരു രോഗമായി നിലനിൽക്കുന്നതാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒന്ന് വുദൂ ചെയ്ത് ഫർളായ നിസ്കാരം വഖത്ത് ഖളാന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം ഈ വസ്തു പുറപ്പെടാത്തത് കിട്ടാത്ത നിലക്ക് സ്ഥിരമായി ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് നിത്യാശുദ്ധിയുടെ വിധിയാണ് കഴുകി വൃത്തിയാക്കി കെട്ടി വുദൂ എടുത്ത് വേഗം നിസ്കരിക്കണം. അല്ല വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ, ഇടക്കൊഴിവുണ്ടാവും എങ്കിൽ ആ വരാത്ത ഒഴിവുള്ള സമയത്ത് വൃത്തിയാക്കി വുദൂ ചെയ്ത് നിസ്കരിക്കണം. വുദൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന്. ഉംറക്ക് പോകുമ്പോ ഹൈദ് നിർത്തുന്നതിന് മരുന്ന് കുടിക്കാൻ പറ്റുമോ? മരുന്ന് കുടിക്കണോണ്ട് ഇസ്ലാം ശരീഅത്തിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ് ഹൈദ് നിഫാസ് എന്നൊക്കെ പറയുന്നത്. അത്
അതാതിന്റെ സമയത്ത് പോകേണ്ടത് പോകുക വേണം, അല്ലാതിരുന്നാൽ അത് പല രോഗങ്ങളായി മാറും. അങ്ങനെ ഗുളിക കുടിച്ച് നിർത്തുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അതുമായി പരിചയമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഗുളിക കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഫിഖിന്റെ നിയമപ്രകാരം അങ്ങനെ ഗുളിക കുടിച്ചുകൊണ്ട് ഹൈറിന്റെ ടൈം നീട്ടിയെടുത്ത് ഉംറയുടെ സമയം അശുദ്ധി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫിഖിൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അനുവദനീയം തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഈ ഫത്ഹുൽ മുഈനിന്റെ രണ്ട് ആശയ ഉസ്താദ് പറഞ്ഞു. ഒന്ന് യാനത്തു താലിബീൻ, മറ്റൊന്ന് തർശീഹ്. മറ്റൊരു ആശയം കൂടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ ആശയന്റെ പേര്, ശരിയായ പേരെന്താ ഉസ്താദ്? എൻ്റെ മുസന്നിഫ് ആരാണ്? ഇന്നത് വിപണിയിൽ ഉണ്ടോ? ഉസ്താദിന്റെ അടുത്തുണ്ടോ? എഴുത്തായിട്ടാണോ ഉള്ളത്, അല്ല കൈയെഴുത്താണോ? അതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും. എന്റെ അടുത്ത് ഇത് രണ്ടും തന്നെ ഉള്ളൂ. മറ്റ് നമ്മളെ കേരളത്തിൽ പറയപ്പെട്ട പ്രസിദ്ധരായ ഒരു ഉസ്താദ് എഴുതിയ ഹാഷ്യ ഉണ്ട്. അത് കേരളത്തിൽ എവിടെയോ കിട്ടും. അത് ഇപ്പൊ പ്രിന്റ് ഉണ്ടോന്ന് അറിയില്ല. മറ്റൊരു ഷറഹ ഉള്ളത് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങള് ഖുറത്തുൽ ഐൻ എഴുതിയതിന് മഖ്ദൂമ് തങ്ങൾ തന്നെയാണല്ലോ ഫത്ഹുൽ മുഈൻ എന്ന ഷറഹ എഴുതിയത്. ആ സ്ഥാനത്ത് ഖുറത്തുൽ ഐനിന് ഷറഹ എഴുതിയ മറ്റൊരു മഹാനായ പണ്ഡിതനാണ് അബൂ അബ്ദുൽ മുഅത്തി മുഹമ്മദ് ബിന് ഉമർ ബിന് അലി നവവി എന്ന് അറിയപ്പെടുന്ന ഇന്തോനേഷ്യയിലെ ജാവക്കാരനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം എഴുതിയ ഷറഹാണ്, നല്ല ഷറഹാണ്. ചെറിയ ഫത്ഹുൽ മുഈനിന് തുല്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ലളിതമാണ്. നിഹായത്തു സൈൻ ഫി ഇർഷാദിൽ മുബ്തദിഈൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. മനസ്സിലായില്ലേ? നിഹായത്തു സൈൻ ഫി ഇർഷാദിൽ മുബ്തദിഈൻ. അത് ഇന്ന് വിപണിയിലുണ്ട്, സുലഭമായി ലഭിക്കും, ഒറ്റ വോള്യം ഉള്ളൂ. മറ്റേത് യാനത്തുൽ മുസ്തഈൻ ആണല്ലേ? അത് പക്ഷെ അതിന്റെ കോപ്പി എന്റെ കയ്യിലില്ല. അത് നമ്മളെ മലയാളികളിൽപ്പെട്ട മഹാനായ ഒരു ഉസ്താദ് എഴുതിയതാണ്. അത് മുമ്പ് പ്രിന്റ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പുതിയ പ്രിന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ കോപ്പിയും എന്റെ വശമില്ല. എന്റെ അടുക്കലുള്ളത് തർശീഹും യാനത്തുമാണ്. മറ്റേത് ഫത്ഹുൽ മുഈനിന് പകരം ഖുറത്തുൽ ഐനിന്റെ മറ്റൊരു ഷറഹാവുന്ന നിഹായത്തു സൈനാണ്. വാങ്ങി നോക്കുന്നത് നല്ലതാണ്. ബാബുസ്താന്റെ ആ തർത്തീബിനൊക്കെ നന്നായി സഹായിച്ചിട്ടുണ്ട് നിഹായത്തു സൈന് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിഹായത്തു സൈന് നോക്കിയാൽ ഏകദേശം ഈ മസ്അലകൾ തർത്തീബാക്കി ക്രമീകരിച്ച് സൗകര്യമായിട്ട് പറഞ്ഞ അതാണ് ചാരിയാത്തിന്റെ. മാഷാ അല്ലാഹ്. അതെവിടുന്നാ കിട്ടുകയെന്ന് അന്വേഷിച്ചിട്ട് അതിനൊരു കോപ്പി കണ്ടുപിടിച്ച് എടുക്കണം. എന്റെ കയ്യിലില്ല, ഞാന് അത് കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, നമ്മളല്ലെങ്കിൽ ഇൽമോ വല്ലവും കണ്ടോ? ഇൽമൊക്കെ കണ്ട എത്ര എത്ര അലിമീങ്ങളും ഉസ്താദന്മാരും നാട്ടില്. അതുപോലെ തന്നെ ഹാഷികളായിട്ട് ഫത്ഹുൽ മുഈനിന്റെ വക്കത്ത് എഴുതിയ പല ഉസ്താദന്മാരും നാട്ടില് ഉണ്ട്. അത് ഇന്ന് പ്രിന്റ് ചെയ്ത് തന്നെ ഫത്ഹുൽ മുഈനുകൾ അത്ര ഉള്ളത് കിട്ടുന്നുണ്ട്. ഏതായാലും നിഹായത്തു സൈന് ഇവിടെ സൗദി അറേബ്യയിൽ സുഖമായി എവിടെ അന്വേഷിച്ചാലും നമ്മളെ ഫിഖ്ഹിന്റെ കിതാബ് കിട്ടുന്നിടത്തുനിന്നൊക്കെ കിട്ടും. നിഹായത്തു സൈന് വളരെ കുറഞ്ഞ വിലയുള്ളൂ, വളരെ സൗകര്യപ്രദമാണ്. ഫത്ഹുൽ മുഈൻ ഓതുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഷറഹാണ് നിഹായത്തു സൈൻ. അസ്സലാമു അലൈക്കും ഉസ്താദെ. സഹവിന്റെ സുജൂദും അതുപോലെ തിലാവത്തിന്റെ സുജൂദും ഇമാമിനോ അല്ലെ മാമിനോ രണ്ടാൾക്കും നിയ്യത്ത് വേണം എന്നുള്ളതാണ് ഉസ്താദെ പറഞ്ഞു. ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾ ഒന്നുകൂടെ മൈക്ക് എടുത്തിട്ട് കുറച്ച്
കുറച്ചുകൂടി സാവകാശം ഒന്ന് ഒച്ചത്തിൽ പറയാം, എന്നാലേ കിട്ടിയുള്ളൂ. കേട്ടിട്ടില്ല. സഹവിന്റെ സുജൂദും അതുപോലെ തിലാവത്തിന്റെ സുജൂദും, ഇത് രണ്ടിന് നിയ്യത്ത് ഇമാമിനും മാമൂമിനും വേണോ എന്നുള്ളതാണ് സാർ. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ സുജൂദ് നിർബന്ധമില്ല, ഇമാമിനും നിർബന്ധമില്ല. ഇമാമ് ചെയ്യുകയാണെങ്കിലേ മൗമൂമിന് ചെയ്യാൻ പാടുള്ളൂ. ഇമാമിനും നിർബന്ധമില്ല, മൗമൂമിനും നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. സഹ്വിന്റെ സുജൂദിനും തന്നെ പ്രത്യേകം നിയ്യത്ത് വുജൂബില്ല, അവിടെയും തന്നെ സുന്നത്തേ ഉള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. കാരണം എന്താന്ന് വെച്ചാൽ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ ഏതായാലും പെടും. പക്ഷെ സഹ്വിന്റെ സുജൂദ് അങ്ങനെ പെടാത്തത് കൊണ്ട് സഹ്വിന്റെ സുജൂദിന് നിയ്യത്ത് വേണ്ടതാണ്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ തന്നെ പെടും. കാരണം നിസ്കാരം എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിൽ വരുന്ന ഫർളും സുന്നത്തുമായ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതായത് കൊണ്ട് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ തന്നെ നിസ്കാരത്തിന്റെ സുന്നത്താവുന്ന സൂറത്ത് ഓതുന്ന കൂട്ടത്തിൽ തിലാവത്തിന്റെ ആയത്ത് ഓതുമ്പോൾ വരുന്ന സുജൂദ് നേരത്തെ നിസ്കാരത്തിലുള്ള നിയ്യത്തിൽ തന്നെ ഉൾപ്പെട്ടത് കൊണ്ട് പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ വുജൂബില്ല. എന്നാൽ നിയ്യത്ത് സുന്നത്താണ്. അത് ഇമാമിനും സുന്നത്ത് തന്നെയാണ്, മൗമൂമിനും സുന്നത്ത് തന്നെയാണ്, നിർബന്ധമില്ല. മുമ്പ് താളെ എടുക്കാത്തതിനോട് എടുത്താട്ടോ. ഉസ്താദ്, എനിക്ക് ഒരു ചോദ്യം ഉള്ളത്, വിത്തറിന്റെ നിസ്കാരം ഒരു റക്കാത്ത് നിസ്കരിക്കാമല്ലോ, അപ്പൊ അത് സ്ഥിരമാക്കുന്നതിന് എന്തോ ഒരു കറാത്താന്നറ്റോ പറഞ്ഞ് കേട്ട മാതിരി, അതിനൊന്ന് പറ്റി വിശദീകരിക്കാമോ? പിന്നെ അതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു കടത്തിന്റെ ചോദ്യം. ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാന് നോക്കുമ്പോ ആളെ കാണുന്നില്ല, ആളെ ബന്ധപ്പെട്ട ഒന്നും അറിയുന്നില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞിരുന്നു, അതൊരു നേർച്ച ആക്കിയിട്ട് കൊടുത്താല്, നല്ല മനസ്സോട് കൂടി നേർച്ച ആക്കി കൊടുത്താല് അത് കടം അള്ളാഹു പൊരുത്തപ്പെട്ട് തരും. അല്ലെങ്കിൽ അത് അയാൾ തിരിച്ചു വന്നാല് തിരിച്ചു കൊടുക്കാനും എന്ന് മനസ്സിൽ വെക്കാന് ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ആ വ്യക്തി ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ അന്യമതസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാല് വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് അറിയില്ല, ചുരുക്കിയാണ് പറഞ്ഞാൽ എളുപ്പത്തിൽ കഴിയുമല്ലോ. എന്തോ ഒരു ഒഴിഞ്ഞു മാറ്റത്തിന്റെ ശൈലിയാണ് പറയുന്നത്. മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല എന്ന് മതി. നേർച്ചയാക്കി ചെയ്യാൻ പറഞ്ഞു. എന്ത് നേർച്ചയാക്കി ചെയ്യാനും എനിക്കറിയില്ല. ഞാൻ പറയുന്ന വിഷയം, നിങ്ങൾ ചോദിക്കുന്ന വിഷയം നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ചോദിച്ചതാണെങ്കിൽ നിങ്ങളുടെ വാക്യത്ത് സംഭവം എന്താണ്? നിങ്ങളൊരു കാഫറായ മനുഷ്യരതാണോ കടം വാങ്ങിയിരുന്നത്? കാഫറിന്റെ ആണെങ്കിലും മുസ്ലിമിൻ്റെതാണെങ്കിലും കൊടുക്കൽ നമ്മൾ വുജൂബ. കാഫറിന്റെ ആണ് അത് കൊടുക്കണ്ടെന്ന് അറിയാൻ നമ്മൾ NDF-കാരൊന്നും അല്ലല്ലോ. അയാളെ കിട്ടൂലെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് അതിന്റെ അവകാശമുണ്ട്. അത് മുസ്ലിം ആണെങ്കിലും കാഫറാണെങ്കിലും അങ്ങനെയാണ്. ഒരാളോട് ഒരു സംഖ്യ നമ്മൾ കടം വാങ്ങി, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളൊരു സംഖ്യ കൊടുക്കാനുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് തന്നെ കൊടുക്കണം. അയാൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അയാളുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. അനന്തരാവകാശികൾ അറിയപ്പെടുന്നില്ല, എന്നാൽ ബൈത്തുൽ മാലിൽ ഏൽപ്പിക്കണം. ബൈത്തുൽ മാല് നിലവിലില്ല, എന്നാ പിന്നെന്താ ചെയ്യാൻ? എന്നാ പിന്നെ ചെയ്യേണ്ടത്, ഞാൻ ആ സംഖ്യ അതിന്റെ യഥാർത്ഥ ഉടമ
വരാത്തത് കൊണ്ട് ഞാൻ അത് തമല്ലുക്ക് ചെയ്ത് ഏത് സമയത്തോ അയാളോ അയാളുടെ അനന്തരാവകാശിയോ വരുന്ന സമയത്ത് ഞാനത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന വമാൻ അയാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വീഴ്ചയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം ഉണ്ടാക്കി തരും. ഇതൊരു കുറുക്ക് വയ്യല്ല, ഇതൊരു കുറുക്ക് വയ്യായിട്ട് കണ്ടുപിടിക്കും വേണ്ട. എന്നാ പിന്നെ ഇനിയിപ്പോ അങ്ങനെയാണ് ചെയ്യാൻ, അങ്ങനെയല്ല. ഒരു കാര്യം ചെയ്യേണ്ട ത്വരീഖ് ശരീഅത്ത് നമ്മളോട് പഠിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പണി നമുക്കുള്ളൂ. നിങ്ങൾ പിന്നെ ഒരു ചോദ്യം തന്നെ ഒരു ദിവസം ഒന്ന് ചോദിക്കുക, അത് തന്നെ പിന്നെ തിരിച്ചു കാണ്ട് പിറ്റേന്നൊന്ന് എന്ന് ചോദിക്കുക, അത് തിരിച്ചു കാണ്ട് മൂന്നാമത് ദിവസം വേറെ ഒന്ന് എന്ന് ചോദിക്കാൻ അത് നമ്മളെ പണിയെടുപ്പിക്കരുത്. നിങ്ങൾ ഒരു കാര്യം അറിയാത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ത്വരീഖാണ്. ഈ നമ്മൾ കടം വാങ്ങിയ വ്യക്തി മുസ്ലിം ആവട്ടെ കാഫർ ആവട്ടെ, അയാൾക്ക് നമ്മളത് തിരിച്ചു കൊടുക്കൽ ഉജൂബല്ലേ? അയാൾക്ക് കൊടുക്കണം. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അയാളെ പറ്റിയിട്ട് ഒരു വിവരമില്ല, എന്നാൽ അയാളുടെ അനന്തരാവകാശികൾ കൊടുക്കണം. അങ്ങനെ അനന്തരാവകാശികൾ ജീവിച്ചിരിപ്പില്ല, എന്നാ ബൈത്തുൽ മാല് കൊടുക്കണം. നമ്മളെ നാട്ടിൽ ബൈത്തുൽ മാലില്ല, എന്നാ പിന്നെ എന്താ കാട്ടുക? അപ്പൊ നമ്മളതിന്റെ ലമാൻ ഏറ്റെടുക്കുക. ഏത് കാലത്താണോ ഇയാളോ അയാളുടെ അനന്തരാവകാശികളോ എത്തിക്കപ്പെടുന്നതെങ്കിൽ ആ സമയത്ത് ഞാൻ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ലമാൻ ഏറ്റെടുക്കുക. എന്നാൽ അവന്റെ അടുക്കൽ വീഴ്ചയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹക്കിന് മാർഗം ഉണ്ടാക്കി കൊടുക്കും. എടുത്തോളി എന്താ നോക്കിക്കണത്? ആളുകൾ വെള്ളൂര് വെറുതെ ഇങ്ങനെ നോക്കിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് തുറന്നു കണ്ട് മതിയാക്കണം. ആളുകൾ ആ കൈപോക്കി നിൽക്കുന്നവർ ചോദ്യം ചോദിക്കാനാണെങ്കിൽ ഒരു മൈക്കെടുത്ത് വേഗം ചോദിക്കും. ഉസ്താദെ, ഒരു പള്ളിയിൽ ജുമാ നിർത്താൻ വേണ്ടി ആ മഹല്ലക്കാരെ 150 ആൾക്കാർ, മഹല്ലത്തിന്റെ ആൾക്കാരുണ്ട്, പുരകളുണ്ട്. അവരെ വിളിച്ചിട്ടാകുമ്പോൾ അവരെല്ലാം വന്ന് ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ എത്തുമ്പോൾ അവർ 30 ആളാണ് വന്നത്, ബാക്കി ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ 30 ആളെ കൊണ്ടിട്ട് ജുമാ നിർത്തിയാലോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്നല്ലോ? വിശദീകരിച്ചാൽ മതി. മുസ്ലിങ്ങൾ 40 ആളുകൾ താമസിക്കുന്ന ഒരു നാട്, അത് പ്രത്യേക പേരിൽ അറിയപ്പെടുകയും 4 അതിർത്തി കൊണ്ട് വേർതിരിയുകയും ചെയ്യുന്ന ഒരു പ്രദേശത്ത് മുസ്ലിമായ 40 ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ഒരു ജുമ നടത്തൽ ഫർളാവുന്നു. അതിന് മീറ്റിംഗ് വിളിച്ചോടത്ത ആള് വന്നോ വന്നില്ലേ എന്നതല്ല, ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഫർളായ കാര്യമാണ്. 40 ആള് സ്ഥിരതാമസക്കാരായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമീങ്ങളായ പുരുഷന്മാർ ഒരു നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ നാട് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുകയും 4 അതിർത്തി കൊണ്ട് വേർതിരിയുകയും ചെയ്യുന്ന ഒരു പ്രദേശം, ഒരു ഗ്രാമത്തിൽ 40 ആള് താമസിക്കുന്നുണ്ടെങ്കിൽ ജുമാ വുജൂബാണ്. അവര് മീറ്റിങ്ങിന് വന്നോ വന്നില്ലേ എന്നുള്ളതല്ല പ്രശ്നം, ജുമാ വുജൂബാണ്. അങ്ങനത്തെ ഒരു നാട്ടിൽ ജുമാ നടത്താതെ മറ്റൊരു നാട്ടിൽ പോയി ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്താൽ പോലും ഈ നാട്ടുകാരുടെ നിസ്കാരം ജുമാന്റെ ഫർദ് വീടുന്നതല്ല. ആ നാട്ടിൽ ജുമാ നടത്തിയിട്ടില്ല എന്നതിന്റെ പേരിൽ ആ നാട്ടുകാരായ മുസ്ലിമീങ്ങളൊക്കെ കുറ്റക്കാരാവും. അതേ സമയത്ത് ഒരു നാട്ടിൽ സ്ഥിരതാമസക്കാരായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പുരുഷന്മാരായ 40 മുസ്ലിമീങ്ങൾ ഇല്ല, അതിൽ താഴെയുള്ളൂ. എന്നാ പിന്നെ അവിടെ പരിശോധിച്ച് നോക്കുക, ഈ നാട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ, അതായത് ഈ താമസിക്കുന്ന നാട്ടിന്റെ അങ്ങേ അറ്റത്ത് ഒരാൾ പോയി നിൽക്കുക, എന്നിട്ട് തൊട്ട് സമീപത്തെ പ്രദേശത്ത് ജുമാ നടക്കുന്ന നാട്ടിന്റെ ഈ ഭാഗത്ത് ഒരാൾ വന്ന് നിൽക്കുക.
ഹലോ, മൈക്ക് ചാടല്ലേ ഹബീബേ? ഉസ്താദ് പറഞ്ഞു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നോ? മൈക്ക് ചാടല്ലേ? ഓക്കെ ഓക്കെ, ഉസ്താദ് മൈക്കിലേക്ക് വന്നോളൂ. അറിയാതെ വന്നത് കാരം. അപ്പോ 40 ആള് താമസിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ജുമാ വുജൂബാണ്. മീറ്റിങ്ങിന് വന്നാലും വേണ്ടില്ല, വന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, മീറ്റിംഗ് വിളിച്ചാലും വേണ്ടില്ല, വിളിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഈ നിബന്ധനയൊത്ത 40 ആള് അതിന്റെ മേപ്പെട്ട എത്ര ഉണ്ടെങ്കിലും 40-ൽ കുറയാത്ത ഈ നിബന്ധനയൊത്ത മുസ്ലിങ്ങൾ താമസിക്കുന്ന ഓരോ നാട്ടിലും ജുമാ വുജൂബാണ്. അപ്പൊ ആ ജുമാക്ക് വരാതിരുന്നാൽ, അഥവാ 40 ആളുകളെ കൊണ്ട് ജുമാ നാട്ടിൽ നടക്കാതിരുന്നാൽ, മറ്റ് നാടുകളിൽ പോയി ജുമായിൽ നിന്ന് പങ്കെടുത്താൽ പോലും ആ നാട്ടുകാർ മുഴുവനും അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാണ്. മൈക്ക് എടുത്തോളി. ഞാൻ മൈക്ക് വിട്ടാ പിന്നെ നിങ്ങൾക്ക് എടുത്തൂടെ? രണ്ടാളൂടി ഉണ്ടല്ലോ കൈവക്കി നിൽക്കുന്ന ആള്. വേണം മൈക്ക് എടുത്തോളി, എന്നിട്ട് വേണം ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? മൈക്ക് ക്ലിയർ ഇല്ലായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഉസ്താദ്, എന്റെ ചോദ്യം, ഉളു എടുത്തു കഴിഞ്ഞാൽ കാലിൽ അല്പം വെള്ളം ഒരു ഭാഗം നനഞ്ഞിട്ടില്ല. അപ്പൊ അത് അതിന്റെ ആളോട് അതിനെപ്പറ്റി ഉണർത്തിയപ്പോഴേ വീണ്ടും അയാൾ ചെന്നിട്ട് തലക്കെന്നാണ് ഉളു തുടങ്ങിയത്. അപ്പൊ ആ ഉളു എടുത്ത ഭാഗം, അയാൾ കഴുകാത്ത ഭാഗം മാത്രം കഴുകിയാൽ മതിയോ, അതോ തലക്കുന്നതിന് ഉളു എടുക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് മറുപടി തന്ന വളരെ ഉപകാരപ്രദമായിരുന്നു. അസ്സലാമു അലൈക്കും. കാലുമ്മലാണെങ്കിൽ ആ കാല് മാത്രം കഴുകിയാൽ മതി. കാലിന്റെ മുമ്പുള്ള അവയവമാണെങ്കിൽ ആ നനയാത്ത അവയവവും പിന്നെ അതിന് ശേഷമുള്ളവും കഴുകേണ്ടി വരും. ഉദാഹരണം, കയ്യുമ്മലാണ്ടിക്കോളി, ഒരു കയ്യുമ്മൽ കുറച്ച് ഭാഗം നനയാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ കൈ ബാക്കി ഭാഗം കഴുകുകയും ചെയ്യുക. പിന്നെ തല തടകുക, ചെവി തടകുക, കാല് കഴുകുക, അതൊക്കെ ചെയ്യണം. കാരണം വുദൂഇല് തെർത്തീബ് നിർബന്ധമുള്ളത് കൊണ്ട്. അതേ സമയത്ത് കാലുമ്മലാണ് നനയാത്ത ഭാഗം ഉള്ളതെങ്കിൽ കാല് അവസാനത്തെ അവയവാണല്ലോ. അപ്പോ ആ ബാക്കി ഭാഗം കഴുകിയാൽ മാത്രം മതി. അത് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മൊവാലാത്ത് നിർബന്ധമില്ല. തുടർച്ചയായി കഴുകുക എന്ന് പറയുന്നത് നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. എന്നാൽ തെർത്തീബ് വുജൂബാണ്. അപ്പൊ അവസാനത്തെ അവയവമാവുന്ന കാലുമ്മലാണ് നനയാതെ വന്നതെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ട വേഗം ആ കാല് ഒന്ന് കഴുകിയാൽ തന്നെ വുദൂ സഹിയാവും. തലക്കെന്നെടുക്കേണ്ട ആവശ്യം ഇല്ല. അതേ സമയത്ത് കാലല്ല, ഉദാഹരണം കയ്യൊക്കെ ആണെങ്കിൽ ആ കൈ കഴുകിയതിന് ശേഷം അതിന്റെ ശേഷമുള്ള തല തടകലും കാല് കഴുകലും ചെയ്യേണ്ടി വരും. കാരണം തെർത്തീബുള്ളത് കൊണ്ട്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാളുടെ ചോദ്യം, തിലാവത്തിന്റെ സുജൂദിന്റെ പൂർണ്ണ രൂപം പറഞ്ഞു തരുമോ എന്നാണ്. ഓഫീസിലായതുകൊണ്ട് മൈക്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മൈക്ക് റീച്ച് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലാണെങ്കിൽ ആ ആയത്ത് ഓതി പൂർത്തിയായ ഉടനെ നിയ്യത്ത് മനസ്സിലുണ്ടാകുന്നത് സുന്നത്താണ്, നിർബന്ധമില്ല. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്ത് കൽബിൽ കരുതി അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഒരു സുജൂദ് ചെയ്യുക. സുജൂദിൽ, സാധാരണ സുജൂദിൽ നമ്മൾ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് ചൊല്ലിയാലും മതി. ഇനി അല്ലാഹുമ്മ ലക സജദ്തു എന്ന് തുടങ്ങുന്ന ആ തസ്ബീഹ് അതും ആവാം. എന്നിട്ട് ഒരു സുജൂദ് ചെയ്ത് കഴിഞ്ഞ് നേരെ സുജൂദിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നൃത്തത്തിലേക്ക് തന്നെ വരികയും പിന്നീട് അല്പം കൂടി ഓതിയതിനു ശേഷം റുക്കൂയിലേക്ക് പോവുകയും ചെയ്യലാണ് സുന്നത്തായ രീതി. ഇത് നിസ്കാരത്തിലാണെങ്കിൽ അത്രേ വേണ്ടൂ. നിസ്കാരത്തിലല്ലാതെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആയത്ത് ഓതി പൂർത്തിയാകുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട്, നിയ്യത്ത് നിർബന്ധമാണ്,
നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം അല്ലാഹു അക്ബർ എന്ന്, അതും നിർബന്ധമാണ്. എന്നിട്ട് പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ. അങ്ങനെ സുന്നത്തായ തക്ബീർ ചൊല്ലി സുജൂദ് ചെയ്ത് സുജൂദിലുള്ള തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഉടൂൽ അത്തയ്യാത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കുക. എന്നിട്ട് 2 സലാം വീട്ടുക. അപ്പൊ നിയ്യത്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക, സുജൂദ് ചെയ്യുക, സുജൂദിൽ നിന്ന് ഉയർന്നതിന് ശേഷം സലാം വീട്ടുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. നിസ്കാരത്തിലല്ലാതെ തിലാവത്തിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതുമ്പോൾ. നിസ്കാരത്തിലാണെങ്കിൽ ആകെ സുജൂദ് ചെയ്യൽ മാത്രമേ നിർബന്ധമുള്ളൂ. നിയ്യത്ത് സുന്നത്താണ്, സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്, സുജൂദിൽ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്ത്. ഒക്കെ സുന്നത്തേ ഉള്ളൂ നിസ്കാരത്തിലാവുമ്പോൾ. നിസ്കാരത്തിലല്ലെങ്കിൽ നിസ്കാരത്തിന്റെ എല്ലാ ഷർത്തും വേണം. ഔറത്ത് മറക്കണം, ഖിബ്ലക്ക് മുന്നിടണം, അതുപോലെ തന്നെ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം, സുജൂദിന്റെ ശേഷം സലാം വീട്ടണം. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ട് ഉസ്താദെ? ഒരു ഇമാമായ മനുഷ്യൻ ഫാത്തിഹ ഓതാതെ മറന്നുപോയി. അങ്ങനെ റുക്കൂയിൽ പോയി എത്തിയതിനു ശേഷമാണ് അയാൾക്ക് ഫാത്തിഹ ഓതിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇമാമല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്നലെ പറഞ്ഞ അവസരം ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതാ, ഇമാമാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഫാത്തിഹ ഓതിയതിനു ശേഷം 2ാമത് സുജൂദിലേക്ക് പോകേണ്ടതാണ്. മഅ്മൂമാണെങ്കിൽ റുക്കൂലെത്തിയതിനു ശേഷം ഓർമ്മ വന്നാൽ പിന്നീട് തിരിച്ചു വരാൻ പാടില്ല. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയും ഇമാം സലാം വീട്ടിയതിനു ശേഷം അവസാനം 1 റക്അത്ത് നിസ്കരിക്കുകയും വേണ്ടതാണ്. അപ്പൊ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വന്ന് ഫാത്തിഹ ഓതണം. ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ 2ാമത് റുക്കൂയിൽ പോവുകയാണ് വേണ്ടത്. മഅ്മൂമാണെങ്കിൽ അവൻ ആ റക്അത്ത് നഷ്ടപ്പെടും. ഇമാമിന്റെ കൂടെ പോവുക, ഇമാം സലാം വീട്ടിയതിന് ശേഷം 1 റക്അത്ത് നിസ്കരിക്കുക വരെ വേണ്ടത്. അബൂ റിഫാത്ത് ഉസ്താദ്, നിങ്ങളൊന്ന് മൈക്ക് എടുത്താണെങ്കിൽ ഒരു 2 മിനിറ്റ് എനിക്കൊരു അത്യാവശ്യമുണ്ട്, എന്നിട്ട് വരാം. ഞാൻ മൈക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൈക്ക് എടുക്കി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് 2 മിനിറ്റ് വരും. അപ്പം ഉസ്താദ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആയിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന സാധുക്കളെ നമ്മള് എന്തെങ്കിലും മനസ്സിലാക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അത് ഉസ്താദ് അതിന് ഉത്തരവാദിയായി. നമ്മള് ഫിഖ് മസലാവുമ്പോ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം മസല ആവുമ്പോ നിസ്കാരത്തിലായാലും മറ്റുള്ള എന്ത് മസലയായാലും പിന്നെ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഉസ്താദ് പറയുന്നത്. നല്ല ശ്രദ്ധിക്കണം. പിന്നെ ആദ്യം നമ്മുടെ ചോദ്യമായിരിക്കണം. ഇന്നപ്പോഴത്തെ ചോദ്യം ചോദിക്കരുത്. ചോദ്യം എന്തായിരിക്കണം? ഒരു നല്ല അത് ഒരു പേപ്പറിൽ എഴുതിയെടുത്തുകൊണ്ട് നല്ല എന്റെ ചോദ്യമാണോ എന്ന്, അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഒരു പേപ്പറിൽ എഴുതിയെടുത്താൽ മതി. ചിലവർക്കൊക്കെ മൈക്ക് എടുക്കാൻ തന്നെ വളരെ ഇൻഷാ അല്ലാഹ് ചിലവർക്കൊക്കെ മൈക്ക് എടുക്കാൻ തന്നെ വലിയ പ്രയാസം ഉണ്ടാവും. അതായത് മൈക്ക് എടുത്ത് ചോദിക്കാൻ വലിയ ഉസ്താദ്മാരോടൊക്കെ ചോദിക്കുമ്പോൾ പി എം ചെയ്യില്ലേ ചോദിക്കുക. അത് ഇവിടെ എന്തായിട്ടുണ്ട്, ആ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ചോദ്യം. അപ്പോ പിന്നെ ചിലവർക്ക് ചോദിക്കാന് വലിയ പ്രയാസം ഉണ്ടാവും. അല്ല ഉസ്താദ് പോയിട്ടില്ല, 2 മിനിറ്റ് പറഞ്ഞതാ. ശരി ഉസ്താദെ, 2 മിനിറ്റ് മൈക്ക് എടുക്കാൻ പറഞ്ഞുകൊണ്ട് എടുത്തതാണ്.
അപ്പൊ എന്താണ്, അപ്പൊ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഒരു പേപ്പറിൽ എഴുതി എടുത്താലേ അത് വലിയ ഉപകാരമാവും. ചോദ്യമായിരിക്കണം. ചിലവർ സാധാരണക്കാരാവുമ്പോൾ ചിലപ്പോൾ ചോദിക്കാന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അതെ ഇപ്പൊ ഒരു 2 മിനിറ്റ് ചോദിച്ചു, ചിലപ്പോ മൂത്രയിക്കാനോ അത്യാവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റൂല, ചിലപ്പോ ഫോൺ വന്നതാന്നും അറിയില്ല. അപ്പൊ ഉസ്താദിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് പുറത്തിറങ്ങണ്ടേ തൊളി കുറച്ച് സമയം കൂടി ദുആ കീശിരിയ നാളെ തുറക്കണം. നാളെ തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ചയായിട്ട് നല്ല ദിവസം നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഖത്തം ദ്വാരക്ക. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ഉമ്മാമന്റെ പേരില് ഞാൻ ഓതിയ സ്വന്തം ഒരു ഖത്തമുണ്ട്. അല്ലാതെ ഇവിടെ കുറെ ആളുകൾ ഏറ്റെടുത്ത ഖത്തമുകളുണ്ട്. മറ്റൊരു ഏതാണ് ചെറൂർ അബ്ദുള്ള ഹാജിയോ അവരുടെ ഉമ്മാന്റെ പേര് ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ദുആ ചെയ്യാം. ഇന്ന് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ഉള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യകർത്താക്കൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. മൈക്കോട്ടെ. ഹലോ, എന്താ മൈക്ക് ശരിയാകുന്നില്ല? അപ്പൊ ഒരു ചോദ്യം ഉള്ളത്, പിന്നെ ഒരു സ്ത്രീ ഇഹ്റാം ചെയ്തതിന് ശേഷം ഹൈദ് ഉണ്ടായാൽ എന്താണ് ചെയ്യാന്നൊരു ചോദ്യമുണ്ട്. ഇഹ്റാം ചെയ്തതിന് ശേഷം ഹൈദ് ഉണ്ടായാൽ എന്താ ചെയ്യാന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മൈക്ക് റിലീസ്. ഇഹ്റാം ചെയ്തതിന് ശേഷം ഹൈദ് തുടങ്ങിയാല് ശരിക്ക് നിയമപ്രകാരം ആ സ്ത്രീ ഇഹ്റാമിൽ തന്നെ നിലനിൽക്കുകയും ശുദ്ധിയായി കുളിച്ചതിനു ശേഷം തവാഫും സയ്യും ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലാവുകയും ചെയ്യണം. അതുവരെ ഇഹ്റാമിൽ നിൽക്കണം എന്നാണ് നിയമം. പക്ഷേ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഹൈള് പോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തഹല്ലുൽ ചെയ്യും എന്ന ഷർത്തോടു കൂടി ഇഹ്റാം ചെയ്യലാണ് നല്ലത്. അത് പ്രത്യേകം സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈദാഹിൽ ഉണർത്തിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സാധ്യതയുള്ള സ്ത്രീകളൊക്കെ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഞാൻ ഹൈള് കൊണ്ട് തടസ്സം നേരിടുകയാണെങ്കിൽ തഹല്ലുലാവും എന്ന് ഷർത്ത് വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യലാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ഈ ഹൈള് സംഭവിച്ചു കഴിഞ്ഞാൽ തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടു കൂടി മുടി മുറിച്ചാൽ തന്നെ ആള് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവും. പിന്നെ ശുദ്ധിയായതിനു ശേഷം സൗകര്യം കിട്ടുകയാണെങ്കിൽ രണ്ടാമത് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്താൽ മതി. സൗകര്യം ഇല്ലാത്തവർക്ക് തിരിച്ചു പോരുകയും ചെയ്യാം, ഫിദിയൊന്നും വേണ്ട. ഈ ഷർത്ത് വെക്കാതെ വന്നാൽ വലിയ പ്രശ്നവും. ഇഹ്റാമിൽ തന്നെ നിൽക്കുകയും ശുദ്ധിയായി കുളിച്ചതിന് ശേഷം ഉംറ ചെയ്യുകയും വേണ്ടി വരും. അപ്പൊ കുറഞ്ഞ ദിവസമൊക്കെ നിൽക്കുന്ന ചിലപ്പോ ചില സ്ത്രീകൾക്ക് 7-8 ദിവസമൊക്കെ ഹൈറുണ്ടാവും. ആകെ 3-4 ദിവസമേ മക്കത്ത് അവർക്ക് സമയം ഉണ്ടാവൂ. ഇതിന്റെ ഇടക്ക് അവർ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഹൈള് പോലെയുള്ള തടസ്സങ്ങൾ വരികയാണെങ്കിൽ ഞാൻ തഹല്ലുലാവും എന്ന ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ഹൈള് തുടങ്ങിയാടും തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടു കൂടി മുടി മുറിച്ചാൽ മാത്രം മതി. പിന്നെ സമയവും സൗകര്യവും കിട്ടുകയാണെങ്കിൽ വേറെ ഇഹ്റാം ചെയ്തിട്ട് ഉംറ ചെയ്യാം ശുദ്ധി വന്നതിന് ശേഷം. അല്ലാത്തവർ ഇഹ്റാമിൽ തന്നെ നിൽക്കുകയും കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ഉംറ ചെയ്ത് പൂർത്തിയാക്കി തഹല്ലുലാവുകയും ചെയ്യേണ്ടതാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗം ശരിയായ രീതിയിൽ ഇല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം, പിന്നെ ഈ പഴയ സ്വർണ്ണാഭരണം കൊടുത്തിട്ട് പുതിയത് വാങ്ങുമ്പോൾ പലിശ വരാതിരിക്കാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ്. പഴയ സ്വർണ്ണാഭരണത്തിന് പകരം സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് പകരം പഴയ സ്വർണ്ണാഭരണം സ്വന്തം വില നിശ്ചയിച്ച് കച്ചവടം ചെയ്ത് വിൽക്കുക. എന്നിട്ട്
പുതിയ സ്വർണ്ണാഭരണം തൂക്കം നിർണയിച്ച് അതിന് വില നിശ്ചയിച്ച് വാങ്ങുക, രണ്ട് കച്ചവടമാക്കി മാറ്റുക. ഇതാണ് പലിശ വരാതിരിക്കാനുള്ള വഴി. അല്ലാതെ പഴയത് കൊടുത്ത് അതിന് പകരം പുതിയത് വാങ്ങുമ്പോൾ എന്തായാലും പലിശ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി പഴയത് വിലക്ക് വിൽക്കുക, ഒരു കച്ചവടം അങ്ങനെ ചെയ്യുക. പുതിയത് വേറെ വിലക്ക് വാങ്ങുക, അതൊരു കച്ചവടം. രണ്ട് കച്ചവടമാക്കി വാങ്ങുന്നത് ഒരു കച്ചവടം വേറെ, വിൽക്കുന്നത് വേറെ കച്ചവടം, സ്വന്തം വേറെ വേറെ കച്ചവടമാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, വേറൊരു ചോദ്യം. പിന്നെ നിസാബ് എത്തിച്ച നിസാബ് കണക്ക് എത്തിച്ച ഒരു പൈസ, സക്കാത്തിന്റെ കണക്ക് എത്തിച്ച പൈസ ഒരാൾ കടം കൊടുത്ത്, അതിന്റെ കണക്കുള്ള ഒരു പൈസ കടം കൊടുത്ത്, എന്നാൽ ആ കടം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുക. എന്നാല് ഈ വാങ്ങിയ ആള് ഒരു കൊല്ലം അത് സൂക്ഷിച്ചു വെച്ച്, എന്നാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ, ഈ കൊടുത്ത ആള് മാത്രം കൊടുത്താൽ മതിയോ എന്ന് മൈക്ക് റിലീസ് ചെയ്യും. സക്കാത്ത് നിർബന്ധമാവുന്ന തുക ഒരാള് മറ്റൊരാൾക്ക് കടം കൊടുത്തു. അപ്പോ ഈ വ്യക്തിക്ക് ഈ സംഖ്യ കിട്ടാനുണ്ട്. ആ നിരക്ക് കിട്ടാനുള്ള സംഖ്യയുടെ സക്കാത്ത് നിരക്ക് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ ഇയാള് സക്കാത്ത് കൊടുക്കൽ വുജൂബാകും. അത് കിട്ടുമ്പോ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കുക, രണ്ടായാലും വുജൂബാകും. അതേസമയത്ത് ഈ കടം വാങ്ങിയ വ്യക്തി ആ കാശ് ഉപയോഗിക്കാതെ അയാള് ബാങ്കിലിട്ട് അതല്ലെങ്കിൽ പെട്ടിയിൽ വെച്ച് ഒരു കൊല്ലം അയാളുടെ ഉടമയിൽ നിന്നാൽ അയാള് സക്കാത്ത് വേറെ കൊടുക്കണം. കാരണം ഇയാള് വായ്പ വാങ്ങി കടം വാങ്ങിയതോടുകൂടി കടം ഇടപാട് ചെയ്ത് ആ കാശ് അയാള് കബൂൽ ചെയ്യലോടുകൂടി അയാൾക്ക് അതിന്റെ മിൽക്ക് വന്നു. അയാളുടെ മിൽക്കിലുള്ള നിസാബ് തികയുന്ന സംഖ്യ ഒരു കൊല്ലം അയാള് സ്റ്റോക്ക് ചെയ്തപ്പോൾ ആ മിൽക്കുള്ള സംഖ്യന്റെ സക്കാത്ത് വുജൂബായി. അയാൾ തിരിച്ചു കൊടുക്കാനുള്ള കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ വസ്തുമലല്ല കടം ഉള്ളത്, അയാളെ ദിമ്മത്തുമല. അപ്പോ ഈ വസ്തുവിന്റെ അയിനുമലുള്ള സക്കാത്ത് അയാൾക്ക് വുജൂബാകും. മറ്റേ ആള് ഉടമക്കാരന് ഈ കടം കൊടുത്ത ആൾക്ക് വുജൂബാവുന്നത് അയാൾക്ക് കിട്ടാനുള്ള സംഖ്യക്കാണ്, മറ്റേ ആൾ കൊടുക്കാനുള്ള സംഖ്യക്കല്ല, അയാളുടെ കൈവശമുള്ള സംഖ്യക്കാണ്. അപ്പൊ ഒരു സംഖ്യക്ക് തന്നെ രണ്ട് സക്കാത്ത് വരുന്നുണ്ടല്ലോ എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല. രണ്ട് നിലക്കാണ് രണ്ട് സക്കാത്ത് വരുന്നത്. ഒന്ന് കിട്ടാനുള്ള ബാധ്യതയിലുള്ള തനിക്ക് കിട്ടാനുള്ള സംഖ്യ എന്നുള്ള നിലക്കാണ് കടം കൊടുത്തോൻ സക്കാത്ത് വുജൂബാണ്. മറ്റേ ആൾ അയാളുടെ കൈവശത്തിൽ നിശ്ചിത തുക ഒരു കൊല്ലം മിൽക്കിൽ നിന്നു എന്നത് കൊണ്ടുമാണ്. പക്ഷെ അങ്ങനെ സാധാരണ ഉണ്ടാവൂല. ഒരാളോട് കടം വാങ്ങിയാൽ ഇങ്ങനെ ഒരു കൊല്ലം തയ്ച്ച് ഇയാൾ പെട്ടിയിൽ വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് വാങ്ങിയത്? പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ സക്കാത്ത് കൊടുക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഉംറക്ക് ഇഹ്റാം കെട്ടിയ സ്ത്രീ പിന്നീട് ശുദ്ധിയാകുന്നത് വരെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നാട്ടിലേക്ക് ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധമുണ്ടെങ്കിൽ, അവളെ വീസ തീരുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് എന്താ ചെയ്യേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. മറ്റൊരു കാര്യം, ഈ സൗദി അറേബ്യയിൽ നിസ്കരിക്കുമ്പോൾ അവർ ആദ്യം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ചൊല്ലാലില്ല. അപ്പോൾ ഷാഫി മദ്ഹബ്കാരായ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉസ്താദ് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. ശുക്രൻ. അസ്സലാമു അലൈക്കും. സൗദി അറേബ്യയിൽ ഇമാമിങ്ങൾ ഫാത്തിഹക്ക് ബിസ്മി ഓതലില്ല. നിങ്ങൾ എവിടുന്ന് കേട്ട്? ഞാൻ ആദ്യം കേൾക്കുക. ചങ്ങായി സുഹൃത്തെ, 22 കൊല്ലമായി ഞാൻ ഇവിടെ ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള എല്ലാ ഇമാമിങ്ങളും ബിസ്മി ഓതുന്നുണ്ട്, ഞാൻ പരിചയപ്പെട്ടിടത്തോളമുള്ള എല്ലാ ഇമാമിങ്ങളും. പക്ഷെ ഹംബലി മദ്ഹബ് ആയതുകൊണ്ട് ഫാത്തിഹയില് ബിസ്മി ഒരായത്താണ്, അതോടുകൂടി അത് അതുപോലെ സിറായിട്ടാണ് ഓതേണ്ടത് എന്നാണ് ഓല മദ്ഹബ്. അതനുസരിച്ച് അവരെ മദ്ഹബ് അനുസരിച്ച് അവർ പതുക്കെ ഓതുന്നു. ഉറക്കം ഓതൽ ഫർളൊന്നുമില്ലല്ലോ, സുന്നത്തല്ലേ ഉള്ളൂ. എന്തെങ്കിലും ആണ് ധരിച്ചിട്ട് പറയലല്ല. അതേസമയത്ത് ഹനഫി മദ്ഹബുകാർക്ക് അത് സുന്നത്തേ ഉള്ളൂ. അവര് ചിലപ്പോൾ ഓതിയിലെന്നും വരും. ഇവിടെ ഔദ്യോഗിക പള്ളികളിലൊക്കെ ഹംബലി മദ്ഹബ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഹംബലി മദ്ഹബിൽ ഫാത്തിഹയിലെ ഒരു ആയത്ത് തന്നെയാണ് ബിസ്മി. അതുകൊണ്ട് അവർ ഫർളായിട്ട് അത് ഓതുന്നുണ്ട്.
പക്ഷേ ബിസ്മി പതുക്കെ ഓതണം എന്നാണ് ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം. അതുകൊണ്ട് അവർ പതുക്കെ ഓതുന്നു, അതൊരു വിഷയമല്ല. പിന്നെ ഉംറന്റേത് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാ പെണ്ണുങ്ങളും ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണമെന്ന് പറയാ, ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യണം എന്ന് പറഞ്ഞാലി. അതുപോലെ തന്നെ ഈ ഉംറ സംഘടിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളുമാണ്, ബിസിനസ്സുകാര്, വ്യക്തികള് പലരും ഉണ്ട്. അതോടുകൂടി മത സാംസ്കാരിക സംഘടനകളും നടത്തുന്നുണ്ട്. ഇതിന്റെ ഒക്കെ കൂട്ടത്തിൽ ഒരു അമീർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് ഉണ്ടാവുമല്ലോ. ഈ ഉസ്താദിന്റെ മേൽ ഫറളായ കടമയാണ് സ്ത്രീകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ബോധവൽക്കരണം നടത്തൽ. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഈറാഹിൽ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, സ്ത്രീകൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണെങ്കിലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിലും ഹൈള് പോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഷർത്ത് വെച്ച് ഇങ്ങനെ തടസ്സം നേരിട്ടാൽ ഞാൻ തഹല്ലുലാവും എന്ന് ഷർത്ത് വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യണം എന്ന് അവരെ ഉപദേശിക്കേണ്ടത് ഉസ്താദിന്റെ മേൽ കടമയാവുന്നു. അത് വ്യാപകമായി ചെയ്യുക. എന്നിട്ട് സ്ത്രീകൾ ഇഹ്റാം ചെയ്യുമ്പോ എന്ത് ചെയ്യണം എന്ന് പറയാ, പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാവും എന്ന ഷർത്ത് വെച്ച് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുക, ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. എന്നാൽ മുടി മുറിച്ച് തഹല്ലുലായി ഓർക്ക് പോകാം, ഒരു കുഴപ്പമില്ല, ഓർക്ക് ഉംറ കിട്ടൂലെന്നേ ഉള്ളൂ. അല്ലാത്തത് ഇഹ്റാം ചെയ്ത് ഹൈള് തുടങ്ങി, ഹൈളുള്ളതോടുകൂടി തവാഫ് ചെയ്യാൻ എന്തായാലും പറ്റൂലല്ലോ, സൈ ചെയ്യണമെങ്കിൽ തവാഫ് ചെയ്യണ്ടേ. അപ്പൊ പിന്നെ ഒരു പോകാൻ പാടില്ല, അവിടെ നിന്നോളണം. ഇല്ലെങ്കിൽ പിന്നെന്താ കാട്ടുക? ഈ കാട്ടുക എന്ന് പറഞ്ഞാൽ കുറുക്ക് വയ്യ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അതിന് ചെയ്യാനുള്ള വഴി ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യാൻ എല്ലാവരെയും പ്രചോദനം നൽകി പ്രോത്സാഹിപ്പിച്ച് പ്രചരിപ്പിച്ച് ആ കാര്യം ബോധവൽക്കരണം നടത്തുക. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ഈ ഉംറ ബിസിനസിന്റെ മുഖ്യ ചരക്ക് പെണ്ണ. 100 ആളുള്ള ഒരു ഉംറ സംഘം വരികയാണെങ്കിൽ 20ഓ 25ഓ ആണുങ്ങൾ ഉണ്ടായ വലിയ ഭാഗ്യായി, ബാക്കിയുള്ള 75ഉം പെണ്ണൈക്കാരും. അത് അറിയണ ഈ അമീറന്മാർക്ക് എന്തുകൊണ്ട് ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തൂടാ, നിങ്ങൾ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യണം, അല്ലാതെ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ, ഈ ദിവസത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈറായാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കെട്ടി നിൽക്കാൻ കഴിയൂല, ഉംറ ചെയ്യാതെ പോകാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തടസ്സം വന്നാൽ തഹല്ലുലാവും എന്ന് ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യണം എന്നൊന്ന് പറഞ്ഞാ പോരെ. അതിന് ഇത്ര പണിയുണ്ടോ? അതിനെ അധികവും അങ്ങനെയാണ്. ഇത് കുറെ എണ്ണം തേക്കണം എന്നല്ലാതെ ഈ കൊണ്ടുവരുന്ന ആളുകളുടെ ഉത്തരവാദിത്വം ഈ സംഘങ്ങൾക്ക് ഉണ്ട്. ഒരിടത്ത് കാശ് വാങ്ങിയിട്ട് ലാഭം വെച്ചിക്കണത് മാത്രമല്ല ഉത്തരവാദിത്വം. കാരണം 90% ഇത് ബിസിനസ്സുകാരാ നടത്തുന്നത്, മതസംഘടനകളല്ല. നമ്മുടെ സംഘടനകളൊക്കെ SOS ആണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളെ അറിയപ്പെട്ട സ്ഥാപനങ്ങൾ ഇപ്പം സഅദിയാണ്, അതല്ലെങ്കിൽ മൈദനാണ്, ഇങ്ങനത്തെ ഒക്കെ ദീനിയായ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളൊക്കെ ഔദ്യോഗികമായിട്ട് നടത്തുന്ന ഹജ്ജോ ഉംറയൊക്കെ ആണെങ്കിൽ അവിടെ ഉസ്താദന്മാര് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് ഉസ്താദന്മാരുടെ ബാധ്യതയാണ്. ബിസിനസ്സുകാർക്ക് ഓർക്ക് കാശ് കിട്ടിയാൽ മതി, ഓർക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അവരും അള്ളാന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. ജനങ്ങൾ വിവരമില്ലാത്ത സാധാരണക്കാരാണ്, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നാ പിന്നെ അവിടെ വെച്ചിട്ട് മുടി മുറിച്ച് തഹല്ലുലായി അവർക്ക് പോണേക്ക് പോയാൽ മതി, വേറൊരു പ്രശ്നം അതിന്റെ മേലില്ല. ഉംറ കിട്ടൂല, അത് വേറെ വിഷയം, എന്നാലും കടമ വരൂലല്ലോ. മറ്റേത് ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യണം, അതിനൊക്കെ പണി എത്ര ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യണമെങ്കിൽ ആദ്യം എന്തു വേണം? ഇവിടെ നിൽക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ യാത്ര പുറപ്പെടണം. യാത്ര പുറപ്പെട്ടിട്ട് എന്ത് വരണം? എയർപോർട്ടിൽ വരണം. എയർപോർട്ടിൽ വന്നാലും പോരാ, എയർപോർട്ടിൽ നിന്നും എക്സിറ്റ് അടിച്ച് പ്ലെയിനിന്റെ ബോർഡിംഗ് പാസ് കിട്ടി ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പാകുന്ന സമയത്ത് മക്ക ഷരീഫിൽ ഒരാളെ ഏൽപ്പിച്ച് ഇഹ്സാറിന്റെ തഹല്ലുലിന്റെ നെയ്യത്തോടു കൂടി ഒരാട്ടിനെ അറുത്ത് എന്നിട്ട് ഇഹ്സാറിന്റെ തഹല്ലുല് എന്ന നെയ്യത്തോടു കൂടി മുടി മുറിക്കണം. അപ്പോഴേ തഹല്ലുലാവുള്ളൂ. നിങ്ങൾ വിചാരിച്ചേക്ക് അങ്ങനെ ചേമ്പ് തിന്നണേക്ക് തൊള്ളയിലിട്ടാണ്ട് ഇറങ്ങണ മുതലല്ലേ. ഇതിന് കുറച്ച് നല്ല പണിയുണ്ട്. ഈ വണ്ടി മരിയൊന്നും കുടുങ്ങാതിരിക്കാനുള്ള വഴി ഇഹ്റാം ചെയ്യുമ്പോൾ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യുക.
പൂർത്തിയാക്കാൻ പറ്റാത്ത അതുപോലെ തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാവും. എന്നാ അപ്പാണ് മുടി കുറച്ച് തഹല്ലുലായ മതി, വേറെ ഒന്നും വേണ്ട. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് വന്നൊരു ചോദ്യമാണ്. ആദ്യത്തെ അത്തഹിയാത്തില് നമ്മൾ ഇബ്രാഹിം സലാത്ത് ചൊല്ലിപ്പോയാൽ അതിന്റെ സാഹിബിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ, അല്ല നിസ്കാരം അതിൽ ബാത്തിലാകോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഒരു ചോദ്യം സക്കാഫി ഉസ്താദ് ചോദിച്ചതാണ്, ഈ ഫതഹുൽ മുഈനിന്റെ മുസന്നിഫ് ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അത് രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതിന് മൈക്ക് കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ആദ്യത്തെ അത്തഹിയാത്തില് ഇബ്രാഹിമി സ്വലാത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആലിന്റെയും പേരിലുള്ള സ്വലാത്ത് ചൊല്ലിയാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്നാണ് ഫതുൽ മുഈനിലൊക്കെ പറഞ്ഞത്. തൊഹ്ഫയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഅ്മൂമാണെങ്കിൽ പ്രശ്നമില്ല, ഇമാമ് ചുമക്കും. ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഓക്കെ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണ് ആദ്യത്തെ അത്തഹിയ്യാത്തിൽ നബി തങ്ങളുടെ പേരിൽ ചെല്ലുന്നതിന് പുറമെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലിയത് എങ്കിൽ, അല്ലെങ്കിൽ ഇമാമാണെങ്കിൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മഅ്മൂമാണ് അങ്ങനെ ചൊല്ലിയതെങ്കിൽ സുജൂദ് ഇമാമ് ചുമക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫ് അത് ഇഞ്ഞും അറിയാത്ത മനുഷ്യന്മാർ അള്ളാന്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ലല്ലോ. അതിന് മാത്രം കാലായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ശരിയല്ലേ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനി, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറഞ്ഞാൽ അതൊക്കെയൊക്കെ ഉണ്ടാക്കിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ, ആ മകന്റെ മകൻ ആവുന്ന ഈ ആയത്തിൽ എഴുതിയത് തെറ്റാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മകന്റെ മകൻ ആയ ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു തആല അതിനെ പറ്റി തുടക്കത്തിന്റെ അന്ന് വിശദമായി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ താരീഖും പൂർണ്ണനാമവും കുടുംബചരിത്രവും. കുഞ്ഞിപ്പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മായിക്കടുത്ത കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആട്ടെ, അപ്പോ അത് കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ നമ്മുടെ ഫത്വയിൽ മെയിന്റെ തുടക്കത്തില് അന്ന് നടത്തിയ ആ ഭാഗം നമ്മളെ സൈറ്റിലുണ്ടാവും. അതൊന്ന് നോക്കിയാൽ അതിനെപ്പറ്റി വിശദമായി കിട്ടും. ഇപ്പൊ ഇതിന് വിശദീകരിക്കാൻ പറ്റാത്ത സമയമാണ്. സമയം ഏതാണ്ട് ബാങ്കിന്റെ തൊട്ടടുത്ത സമയമായിട്ടുണ്ടാവും. ഉസ്താദ് ഒറ്റ മിനിറ്റ് ചോദിക്കാനല്ല, നമ്മുടെ ഒരു ഉസ്താദ് നാട്ടിൽ പോയ സുഖമില്ലാതെ ഉസ്താദിനാരെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. മൂപ്പരെ മകന് ഒരു ജോലി സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട ജോലി നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ രണ്ടാമത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ദുബായില്. പേര് പറയണ്ടെന്ന് പറഞ്ഞ നാളെ ഉസ്താദ് പ്രത്യേകിച്ച് ദുബായിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇന്ന് ഉസ്താദ് ചെറുതായിട്ട് ഉൾപ്പെടുത്തിയാൽ മതി ദുബായില്. അപ്പൊ ആ ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഇപ്പൊ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ഉസ്താദ് ദുബായിൽ ഉൾപ്പെടുത്തണം. അടുത്ത ആള് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ നോമ്പ് തുറക്കുന്ന സമയത്തിൽ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പ് തുറക്കണോ, അല്ല ബാങ്കിന്റെ ചെല്ലേണ്ടതല്ല ചെല്ലി ദ്വാരന്ന് ആയത്ത് കുറിച്ച് ഓതിട്ട് അതിന് ശേഷമാണ് തുറക്കേണ്ട നോമ്പ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സാർ? ഉറൂബായി എന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കൽ മുഅക്കദായ സുന്നത്താണ്. ബാങ്ക് കൊടുത്താലും വേണ്ടിയില്ല, കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടിയില്ല.
ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഉറൂബായി എന്നതിന് ഉള്ള ഒരു ലന്ന് കിട്ടും. നല്ല വിശ്വസ്തരായ മുഅദ്ദിനാണ് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ അതുകൊണ്ട് ഒരു ലന്ന് കിട്ടും. ഉറപ്പായാൽ ബാങ്ക് കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കലാണ് സുന്നത്ത്. അപ്പോ മറ്റ് ദിക്റുകള് ദുആകള് തുടങ്ങിയതൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ല, ഉറൂബായി എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ നോമ്പ് തുറക്കലാണ് സുന്നത്ത്. മനഃപൂർവ്വം പിന്തിക്കല് നല്ലതല്ല. എന്നാൽ ഉറപ്പാകാൻ വേണ്ടിയിട്ട് അല്പം പിന്തിക്കുന്നത് നല്ലതാണ്. ഉറപ്പാണ് വരെ നിൽക്കണം. കാരണം ഏതാ അതുവരെ നോമ്പ് വെച്ചിട്ട് പിന്നെയുള്ള നോമ്പ് ബാത്തിലാക്കണ്ടല്ലോ. ഓക്കെ, സമയം ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് നിർത്തുകയാണ്. എന്തിനാ തങ്ങൾ പാപ്പ കൈയൊക്കെ എന്തോ പറയാണ്ടോ? തങ്ങൾ പാപ്പാക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മൈക്ക് എടുത്തോളി, ഇല്ലെങ്കിൽ ദ്വാരക്കാണ് സമയമില്ല, ബാങ്ക് കൊടുക്കാൻ പോയി. ബാങ്ക് കൊടുക്കാനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ സുഹൃത്ത് ഇവിടെയുള്ള ഒരു റസാഖ് സക്കാഫി എന്ന് പറയുന്ന ഖത്തറിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മായിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ പെങ്ങളെ ഭർത്താവ് എന്തോ പെട്ടെന്ന് വീണിട്ട് എന്തോ ഞരമ്പ് കംപ്ലൈന്റ് ആയിട്ടോ എന്തോ ഒരു പ്രത്യേക വിഷയത്തിലാണുള്ളത്. അദ്ദേഹത്തിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു. എന്തോ വിഷയം എന്താ പറയാ, മെന്റൽ പ്രോബ്ലം ആയിട്ട് മാനസിക നില തെറ്റിയ രീതിയിൽ. അപ്പൊ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സജീവ പ്രവർത്തന സുഹൃത്താണ്. പ്രത്യേകം ദുആ ഉൾപ്പെടുത്തണം. അത് പറയാൻ വേണ്ടി മൈക്ക് എടുത്തത്. ഇൻഷാ അല്ലാഹ് ദുആ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമയം വളരെ അതിക്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും അവൻ ആദരിച്ച എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ ഹൈറായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. പഠിച്ചവനെ, ആ പരിക്കേറ്റ ആ സഹോദരന്റെ, അതുപോലെ തന്നെ ഇവിടെ ദുആ പറഞ്ഞ ഭാര്യ ഗർഭിണിയാണ്, കുട്ടിക്ക് വേണ്ടത്ര വളർച്ച പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ സുഹൃത്തുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. കുട്ടിക്ക് പൂർണ്ണ വളർച്ച നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ആഖിറം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ ഉമ്മാമാന്റെ പേരിലും മറ്റുമൊക്കെ നമ്മൾ ഖത്തമെടുത്ത ഖത്തം ഇൻഷാ അല്ലാഹ് നാളെ തിങ്കളാഴ്ച ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണെന്നുള്ള നിലക്ക് നാളെ ദുആക്ക് വെച്ചതാണ്. നാളെ അപ്പൊ 10 മിനിറ്റ് മുമ്പ് നേരത്തെ നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ആ ഓതി തീർത്ത ഖത്മുകളൊക്കെ അതിയാക്കിയിട്ട് ദുആ ചെയ്യുക. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു നല്ല കുട്ടിയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കിശീരി പറഞ്ഞിട്ടുണ്ട്, വേറൊരു സഹോദരി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്, അവർക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല, കുട്ടി ഉണ്ടായി കാണാൻ വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ ദുആ ചെയ്താൽ വലിയ ഫലം കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരു സ്വാലിഹായ ഒരു നല്ല കുടുംബത്തിൽ മാതാവിനും പിതാവിനും കുടുംബത്തിനും ഒക്കെ ഉപകാരം കിട്ടുന്ന നല്ലൊരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മക്കളില്ലാത്ത സങ്കടം ദുഃഖവും മാറ്റി സ്വാലിഹീങ്ങളായ നല്ല കുട്ടികളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ആർക്കും അതിന് കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. സർവശക്തനായ അള്ളാഹുവേ, ഈ ഇൽമിന്റെ മജ്ലിസിൽ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരിയുടെ ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ നല്ല ഒരു കുട്ടിയെ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കണേ റബ്ബേ. ഖൈറിന് അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ദുന്യാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നിട്ടും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ദുന്യാവിലും ആഖിറത്തിലും സുഖവും സന്തോഷവും നൽകണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. നാളെ സ്വർഗ്ഗലോകത്ത് നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോട് കൂടി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, ഉമ്മവാപ്പമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കള്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങള്, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവര്, വസ്ത്രം തന്നവര്, മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നവര്, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത, ഞങ്ങൾ ദുആ വസിയത്ത് ഏറ്റെടുത്ത എല്ലാ മുഅ്മിനി മുഅ്മിനാത്തുകളെയും അല്ലാഹുവേ ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹൈറായ നല്ല ഉദ്ദേശങ്ങളും നീ
പൂർത്തീകരിച്ചു തരണേ അള്ളാ. രണ്ടു വീട്ടിലും സലാമത്ത് തരണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله وبركاته.